റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം വരെ, 15-ാം അധ്യായത്തിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും. പൗലോസ് അപ്പോസ്തലൻ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുകയും എന്നാൽ റോമയിലെ സഭയിൽ പോയി അവരോടും ഈ സുവിശേഷം ഒന്ന് അറിയിക്കാനായിട്ടുള്ള വലിയ വാഞ്ച, അവരെ കാണാനായിട്ടുള്ള വാഞ്ച പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവമക്കളെ കാണുന്നതും അവരോടുകൂടെ ആത്മീയമായ സന്തോഷം പങ്കിടുന്നതും പൗലോസ് അപ്പോസ്തലന് വലിയ ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായ ഒരു സഭയല്ല റോമയിലെ സഭ. എന്നാൽ പൗലോസ് അപ്പോസ്തലന് പരിചയമുള്ള ധാരാളം ആളുകൾ ആ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അടുത്ത അധ്യായം 16-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ വളരെ ഏറെ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് വന്ദനം ചൊല്ലണം എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെ അടുത്ത് ഒരു സഭയെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ലെങ്കിലും അവരെ കാണാനായിട്ട് ഉള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ആ വാഞ്ച ഇവിടെ നമ്മൾ വായിക്കുന്നത് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ടും. വാഞ്ച എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ആഗ്രഹം നമുക്കറിയാം, നമുക്ക് ചെറിയ താല്പര്യവും പിന്നെ വലിയ താല്പര്യമൊക്കെ നമുക്ക് ഉണ്ടാകുക സാധ്യമാണല്ലോ. വാഞ്ച ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു താല്പര്യം, ആഗ്രഹം ഉണ്ടാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവമക്കളെ കാണാനായിട്ടുള്ള താല്പര്യം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് അവരിൽ പൊതുവായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുന്നതാണ്. നമുക്കറിയാം, നമുക്ക് ഐക്യമുള്ളവരോട് നമുക്ക് കൂടെ സമയം ചെലവഴിക്കുവാനും അവരെ കാണാനും ഒക്കെ വലിയ താല്പര്യമുണ്ടാകും. എത്രത്തോളം നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഐകമത്യപ്പെടാൻ പറ്റുമോ അത്രത്തോളം ഒരു താല്പര്യവും നമ്മളിൽ അവരെക്കുറിച്ച് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവ മക്കൾ തമ്മിലുള്ള ആത്മീകമായിട്ടുള്ള ഐക്യം, എല്ലാവരിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒന്ന്, പിന്നെ ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ ദൈവമക്കൾക്ക് പൊതുവായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെ പൊതുവായിട്ട് കാര്യങ്ങളുള്ള മറ്റ് ഒരു ജനവിഭാഗവും ലോകത്ത് ഇല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ഈ ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതായിട്ടുള്ള ദൈവസ്നേഹമാണ് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലനെ സഹായിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലും ചിന്തിച്ചു, അങ്ങനെ ദൈവമക്കളെ, നമ്മുടെ ചർച്ചിലുള്ളവരെ മാത്രമല്ല ഭക്തന്മാരായിട്ടുള്ള ആളുകളെ കാണാനും അവരോട് കൂടെ സമയം ചെലവഴിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം നമ്മളിലും ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് റോമയിലെ സഭയിലെ വിശ്വാസികളെ കാണാനായിട്ടുള്ള വലിയ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ സ്പാനിയയിലേക്ക് യാത്ര പോകുമ്പോൾ, 24-ാമത്തെ വാക്യം, സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അപ്പോൾ നിങ്ങളെ കാണണം, നിങ്ങളെ കണ്ട് സന്തോഷിക്കണം, നിങ്ങളാൽ യാത്ര അയക്കപ്പെടണം.
ഒരുപക്ഷെ വലിയ പരിചയമൊന്നുമില്ലാത്ത, ഒരു ആത്മബന്ധമില്ലാത്ത, ഇപ്പം നമുക്ക് കൊരിന്ത്യ സഭയിലെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ, എഫെസോസിലെ സഭയൊക്കെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതായിട്ടുള്ള സഭകളാണ്. എന്നാൽ ആ നിലയിലുള്ള ഒരു ബന്ധം റോമയിലെ സഭയുമായിട്ടില്ല. എങ്കിലും അവരെ കാണാനും സന്തോഷിക്കാനും അവരാൽ യാത്ര അയക്കപ്പെടുവാനും പൗലോസ് അപ്പോസ്തലന്റെ താല്പര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ ഞാൻ വിശുദ്ധന്മാരാൽ ശുശ്രൂഷ ചെയ്യപ്പെടാൻ യെരുശലേമിലേക്ക് പോകുന്നു എന്നല്ല, വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. ഇവിടെ യെരുശലേമിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. നമുക്ക് പലപ്പോഴും ദൈവമക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസികൾ എന്നൊക്കെ പറയും, സഹോദരൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാര് എന്നൊക്കെ പറയും. എന്നാൽ വിശുദ്ധന്മാര് എന്ന് പറയുന്ന ഒരു വാക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ആഴമുള്ള അർത്ഥമുള്ള വഹിക്കുന്നതാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടും ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളായിരിക്കുന്നവരെയാണ് ഇവിടെ വിശുദ്ധന്മാര്, വേർതിരിക്കപ്പെട്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യെരുശലേമിലെ വിശുദ്ധന്മാർക്കെന്ന് പറയുമ്പോൾ യെരുശലേമിലുള്ള സഭയിലെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതങ്ങൾ ആയിരിക്കുന്ന സഹോദരന്മാർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കും ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നതായിട്ടുള്ള പേരിന് അർഹതയുണ്ട്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. നമ്മളുടെ ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതമാണെങ്കിൽ ആ പേരിന് നമുക്കും അർഹതയുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ അല്ലെങ്കിൽ പാപമില്ലായ്മയുടെ അടിസ്ഥാനത്തിലല്ല വിശുദ്ധന്മാർ എന്ന് നമ്മെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, കൊരിന്തിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോഴും വിശുദ്ധന്മാരെന്നാണ് പറയുന്നത്. അത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഈ വിശുദ്ധന്മാരെന്നുള്ള ആ നാമം നമുക്കും എടുക്കാവുന്ന ഒരു നാമമാണ്. എന്നാൽ നമ്മളുടെ ജീവിതം ദൈവേഷം ചെയ്യാനായിട്ട് വേർതിരിക്കപ്പെട്ട ജീവിതമാണെങ്കിൽ, അല്ല നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി ഉള്ള ഒരു ജീവിതം, നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയുള്ളൊരു ജീവിതം, നമുക്ക് വേണ്ടിയുള്ളൊരു ജീവിതം, നമ്മുടെ ജീവനെ നേടുന്നതായിട്ടുള്ള ജീവിതം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പേരിന് നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരെന്ന് പറയുന്ന പേരിന് നമുക്ക് അർഹതയില്ല എങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന പേരിന് നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ്. വിശ്വാസികളും വിശുദ്ധന്മാരുമായവർക്ക് എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. വിശ്വാസികളാണ് എങ്കിൽ അവർ ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. അങ്ങനെ വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ അവർ വിശ്വാസികളുമാണ്. ഞാൻ വിശ്വാസിയാണ്, എന്നാൽ ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതമല്ല എന്നിലുള്ളത് എന്ന് വന്നാൽ അത് അസ്വാഭാവികമാണ്. അങ്ങനെയൊന്ന് ഉണ്ടാകുക അസാധ്യമാണ്. അപ്പോൾ യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, അതെന്താണ് ആ ശുശ്രൂഷ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് 26-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ വീണ്ടും വിശുദ്ധന്മാരെന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കതോനിയയിലും മഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യം പഠിച്ചതാണ്. യെരുശലേമിൽ ഒരു ക്ഷാമം ഉണ്ടാകുകയും ആ സമയത്ത് കൊരിന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ തെസ്സലോനിക്ക, ഫിലിപ്പി സഭകളിൽ നിന്നുമൊക്കെ ഒരു കളക്ഷൻ എടുത്തിട്ട് അത് യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുകയുണ്ടായി. അപ്പോൾ സാധിച്ചാൽ ഞാനും പോരാം എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ആ ഒരു നിലയിൽ അവിടെ ശേഖരിച്ച പണവുമായി യെരുശലേമിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രാഥമികമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് താൻ പ്രവർത്തിച്ച് ഉണ്ടായതായിട്ടുള്ള
അഖായയിലും മക്കെദോന്യയിലും ഉണ്ടായിരുന്ന സഭയിൽ നിന്നുമുള്ള ഒരു സഹായം ചെയ്യുന്നു എന്നുള്ള നിലയിലാണ്. ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നതിനെയും ശുശ്രൂഷ ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. വചന ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതും ശുശ്രൂഷ തന്നെയാണ്. ദൈവവചനം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും ഒക്കെ ആത്മീക ശുശ്രൂഷയായിരിക്കുന്നത് പോലെ തന്നെ ദരിദ്രരായിട്ടുള്ള വിശ്വാസികളുടെ, അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്ത, ആരാലും പരിഗണിക്കപ്പെടാത്ത ദരിദ്രരായ വിശ്വാസികളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അതറിഞ്ഞ് ചെലവാക്കുന്നതും ഒക്കെ ശുശ്രൂഷകളിൽ പെട്ട കാര്യം തന്നെയാണ്. അത് ആത്മീയമാണ് എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവർക്ക് ഇഷ്ടം തോന്നി, അഖായയിലും മക്കെദോന്യയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. അപ്പോൾ അങ്ങനെ അർഹതയുള്ള, അല്ലെങ്കിൽ ആവശ്യമുള്ള, അല്ലെങ്കിൽ ദരിദ്രരായിരിക്കുന്ന ആളുകൾ ഒരു സഭയിൽ ഉണ്ടായിരിക്കുകയോ അതല്ല എങ്കിൽ മറ്റ് സഭകളിൽ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അവരോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് ഒരു കടമാണ്. എപ്പോഴാണ് നമ്മളത് കടമാണ് എന്ന് പറയുന്നത്? കടമാണ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത് വീട്ടാനുള്ളപ്പോഴാണ്. അപ്പോൾ സകല വിശ്വാസികളെയും സംബന്ധിച്ച്, നമുക്ക് അറിയാവുന്നതായിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ദരിദ്രാവസ്ഥയിൽ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമാണ്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്വമാണ്. ആ കടം വീട്ടുക, കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ കടം വീട്ടേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കടമായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് വീട്ടുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതും ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭാരവും താല്പര്യവും അന്വേഷണവും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ കേവലം സഭായോഗങ്ങൾക്ക് പോവുകയും പിന്നെ നമുക്ക് മറ്റ് സഹോദരങ്ങളെക്കുറിച്ചോ മറ്റ് സഭകളിലുള്ള ആളുകളെക്കുറിച്ചോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ഇല്ലാതെ ഉള്ള ഒരു ജീവിതമാണെങ്കിൽ ആരൊക്കെയാണ് ആവശ്യത്തിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുകയില്ല. അപ്പോൾ നമുക്കുള്ള കടം എന്താണ് എന്ന് പോലും അറിയാൻ നമുക്ക് കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളെ അറിയാനും അത് പരിഹരിക്കാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്, കടമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഈ കടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു വിശേഷണവും കൂടി അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇവിടെ ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക്. എങ്ങനെയാണ് ജാതികൾ യഹൂദന്മാരുടെ, യെരുശലേമിലെ സഭ എന്ന് പറയുന്നത് യഹൂദന്മാർ ആണ് പ്രാഥമികമായിട്ടും ആ സഭയിലുള്ളത്. അപ്പോൾ യഹൂദന്മാരിലേക്കാണ് ആദ്യം സുവിശേഷം വന്നത്. നമുക്ക് റോമലേഖനം നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നുള്ള പ്രയോഗം പല പ്രാവശ്യം ഈ വേദഭാഗത്ത്, ഈ ലേഖനത്തിൽ നമ്മൾ 2-3 വട്ടം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ യഹൂദന്മാരിലേക്കാണ് ആദ്യം സുവിശേഷം പ്രസംഗിച്ചത്. അതിനുശേഷമാണ് ജാതികളിലേക്ക് തിരിയുന്നത്. പ്രത്യേകിച്ച് പത്രോസ് അപ്പോസ്തലന് ഒരു ദർശനമൊക്കെ കൊടുത്തുകൊണ്ടാണ് സുവിശേഷം ജാതികളിലേക്ക് തിരിക്കുകയും അതിൻ്റെ ജാതികളുടെ അപ്പസ്തോലനായി പൗലോസ് അപ്പോസ്തലനെ നിയമിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ആത്മാവ് ഒന്ന്, എല്ലാവരിലും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്ന്, എല്ലാവരും കേട്ട സുവിശേഷം ഒന്ന്, എല്ലാവരും ഏറ്റ സ്നാനമൊന്ന്, എല്ലാവരുടെയും കർത്താവ് ഒന്ന്, എല്ലാവരുടെയും പിതാവ് ഒന്ന്. അപ്പോൾ ഈ നിലയിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആത്മീക നന്മകളിൽ നമുക്ക് എല്ലാവർക്കും ഒരേ നിലയിലുള്ള പങ്കാളിത്തം ദൈവം നൽകിയിട്ടുണ്ട്. ജാതികളായാലും യഹൂദന്മാരായാലും അങ്ങനെ ഒരേ നിലയിലുള്ള പങ്കാളിത്തം ആത്മീയ നിലയിൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
നമ്മുടെ ഭൗതികമായിട്ടുള്ള ഐഹികമായിട്ടുള്ള നന്മകളിലും അന്യോന്യം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് കടംപെട്ടിരിക്കുന്നു. അവിടെയും കടമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സഭാജീവിതം എന്ന് പറയുന്നത് കേവലം എല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് കൂടി 2 പാട്ടുമൊക്കെ പാടി സ്തോത്രമൊക്കെ ചെയ്ത് അന്യഭാഷയൊക്കെ പറഞ്ഞ് ഒരു വചന കേൾവിയൊക്കെ കേട്ട് ഒരു തിരുവത്താഴ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് പിരിഞ്ഞു പോയി പിന്നെ അവരവരുടെ ജീവിതം നയിക്കുന്ന ഒരു ജീവിതമല്ല. എല്ലാവരുമായിട്ടുള്ള ഒരു ആത്മീക കൂട്ടായ്മ എല്ലാ ദിവസവും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളൊരു ആത്മീയ പ്രശ്നമുണ്ട്, ഒരു ആത്മീയ രോഗമുണ്ട് എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മ ദിനംതോറും നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം എല്ലാ ദിവസവും ദൈവവചന പഠനത്തിനായിട്ടോ പ്രാർത്ഥനയ്ക്കായിട്ടോ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും അന്യോന്യം സംസാരിക്കാനും, അല്പമൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ട് സംസാരിക്കുമല്ലോ, പലപ്പോഴും അങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ സമയം സംസാരിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. പക്ഷേ ഒരുപക്ഷെ എല്ലാവരും അവരുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉറങ്ങുന്നതോ ഉള്ള ക്രമീകരണം ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ അങ്ങനെ നീട്ടാറില്ല എന്നുള്ളതേ ഉള്ളൂ. അന്യോന്യം സംസാരിക്കുന്നതിനും ചില വാക്കുകളെങ്കിലും അന്യോന്യം കേൾക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സാവകാശം നമുക്ക് നമ്മുടെ ചർച്ചിലുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഞായറാഴ്ച ക്രിസ്ത്യാനിറ്റി അല്ല, ഞായറാഴ്ച ക്രിസ്തീയ ജീവിതമല്ല നമ്മുടെ ജീവിതമായിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കടങ്ങളുണ്ട്, നമ്മുടെ സഭയിലുള്ളവരോട് നമുക്ക് കടമുണ്ട്. അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തുള്ളതായ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുകയും അനുസരിക്കുകയും അതുപോലെ തന്നെ കർത്താവിനെ പിൻചെല്ലുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളോട് നമുക്ക് പ്രത്യേകാൽ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ മറ്റ് സകല അവിശ്വാസികളാണെങ്കിലും അവരോടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ശരിയാണ്. ഞാനത് 28-ാമത്തെ വാക്യത്തിൽ ഞാനത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. അത് അവിടുന്ന് കളക്ട് ചെയ്തതായിട്ടുള്ള പണം അവരെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ റോമയിലെ സഭയിലെത്തി അവരെ കണ്ടതിന് ശേഷം സ്പാനിയയിലേക്ക് പോകും എന്ന് അവരെ അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു. എന്താണ് ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരിക എന്ന് പറയുന്നത്? അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ അത് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒന്ന് അല്ല എന്നുള്ളത് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഏതെങ്കിലും ഭൗതിക നിലയിൽ സമ്പന്നനായിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്നത് എന്താണ്? അത് ഞാൻ നിങ്ങളോട് ആവോളം സുവിശേഷം അറിയിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിരുന്നത് നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ റോമയിലെ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലന് ധാരാളം കേട്ടറിവുകളുണ്ട്. അവിടെയുള്ള അനേകം ആളുകളെയും പൗലോസ് അപ്പോസ്തലന് അറിയാം. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം ഇത്ര വിശദമായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരോട് സുവിശേഷം, അതായത് ദൈവവചനത്തിലെ സത്യങ്ങളെ കൂടുതൽ പഠിപ്പിക്കുവാനും അവരോടുകൂടെ സന്തോഷിക്കുവാനും ഒക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി ഒരു മാനസികാവസ്ഥയോടുകൂടി ഞാൻ അങ്ങോട്ട് വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അനുഗ്രഹ പൂർത്തിയോടുകൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ ഈ അനുഗ്രഹ പൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായ ആത്മഫലങ്ങൾ അല്ലെങ്കിൽ നീതിഫലങ്ങൾ, അതുപോലെ തന്നെ നാം അനുഭവിക്കുന്നതായിട്ടുള്ള സന്തോഷവും ദൈവവചനത്തിലുള്ള നമ്മളുടെ പ്രാഗൽഭ്യവും പ്രാവീണ്യവും ഇതൊക്കെ ഇതിനകത്ത് വരുന്നതായിട്ടുള്ള കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ അവരുടെ ചിന്തയിൽ വരാറില്ല. അനുഗ്രഹത്തെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും അനുഗ്രഹം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഇന്ന് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത് ഭൗതിക ജീവിതത്തിലെ ഐഹിക നന്മകളെക്കുറിച്ചാണ്. എന്നാൽ അങ്ങനെ ഒന്നല്ല. ശരിക്കുമുള്ള നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമുക്കുള്ള സ്വീകാര്യതയും ദൈവജനത്തിന്
നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നു, ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമായിട്ട് നാം ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥ ജീവിത അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് എന്തെല്ലാം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായാലും ദൈവത്തിന് പ്രസാദകരമായിട്ടോ ദൈവജനത്തിന് ഉപകാരമായിട്ടോ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമല്ല, അതൊരു പ്രയോജനമില്ലാത്ത ഒരു ജീവിതമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ അനുഗ്രഹപൂർത്തിയോടുകൂടിയാണ് നാം ജീവിക്കേണ്ടത്. നാം ഞായറാഴ്ച വരുമ്പോഴും അല്ലെങ്കിൽ നാം ഇടപെടുന്ന ആളുകളോടൊക്കെ നമുക്ക് വേണ്ട നിലയിൽ ഇടപെടുവാനായിട്ട് കഴിയണമെങ്കിൽ ഈ ദൈവവചനം പറയുന്നതായുള്ള അനുഗ്രഹപൂർത്തി നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥനാവശ്യം പറയുകയാണ്. പൗലോസ് അപ്പോസ്തലന് തൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? യെരൂശലേമിൽ പോകണം, അവിടെ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യണം, റോമ സഭയിൽ ചെല്ലണം, അവിടെയുള്ള വിശുദ്ധന്മാർക്ക് കണ്ട് സന്തോഷിക്കണം, അതുപോലെ തന്നെ സ്പാനിയയിലേക്ക് പോകണം. ഇതൊക്കെ ദൈവിക നിയോഗം പൗലോസ് അപ്പോസ്തലന് ഉള്ളതാണ്. ആ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ പ്രാർത്ഥന ആവശ്യം പറയുന്നത്. എന്തൊക്കെയാണ്? യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലനെതിരെ പ്രവർത്തിക്കുന്നതായ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ പിടിച്ച് കൊല്ലുവാനായിട്ട് താല്പര്യപ്പെടുന്ന, അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. യഹൂദന്മാരും പരീശ പ്രമാണികളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലനും ഒരു പരീശ പ്രമാണിയായിരുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരേക്കാൾ പൗലോസ് അപ്പോസ്തലനെ ഈ യഹൂദന്മാർ നോട്ടമിട്ടിരുന്നു, അല്ലെങ്കിൽ ആ പൗരോഹിത്യ വർഗം നോട്ടമിട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവര് പൗലോസ് അപ്പോസ്തലന് തടസ്സം ഉണ്ടാക്കാതെ അവിടുത്തെ ശുശ്രൂഷയും തികച്ച് റോമയിലും അതുപോലെ തന്നെ സ്പാനിയയിലേക്കും ഒക്കെ പോകുവാനായിട്ടുള്ള തൻ്റെ നിയോഗം അറിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രാർത്ഥനാവശ്യം പറയുകയാണ്. എന്തൊക്കെയാണ്? അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കണം, യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം. ഞാനങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കത് പ്രസാദമായി തീരാതിരിക്കുമോ? എന്താണ് അവർക്ക് പ്രസാദമായി തീരാതിരിക്കാനുള്ള സാധ്യത എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. എന്നാൽ അതിനെ നമുക്ക് ഭാവനയിൽ നമുക്ക് പലതും അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അവർക്ക് പ്രസാദമായി തീരുക എന്നുള്ളതിനേക്കാൾ, ആ വാക്കിനേക്കാൾ അവിടെ അവർക്ക് ഉപകാരമായി തീരേണ്ടതിന് എന്നുള്ള നിലയിലായിരിക്കും പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ ഗ്രീക്ക് വാക്കിലേക്കൊന്നും പോകാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഒരുപക്ഷെ അങ്ങനെയും അതിൻ്റെ അർത്ഥം കാണുമായിരിക്കും. അവർക്ക് പ്രസാദമായി തീരണം എന്ന് വെച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു ഉപകാരമായി തീരണം, അത് അവർക്ക് ഒരു സന്തോഷത്തിന് വിഷയമായി തീരണം. നമുക്കറിയാമല്ലോ, അത്യാവശ്യത്തിലും ആവശ്യത്തിലും ദാരിദ്ര്യത്തിലുമുള്ള ആളുകൾക്ക് മറ്റ് സഹവിശ്വാസികൾ നന്മ ചെയ്യുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. അപ്പോൾ അവർക്കതൊരു സന്തോഷമായി തീരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വീണ്ടും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ, ഇവിടെ ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ദൈവിക നിയോഗം അല്ലെങ്കിൽ ദൈവേഷ്ടം ആണ്. അതിനാലാണ് പൗലോസ് അപ്പോസ്തലൻ നിയന്ത്രിക്കപ്പെടുന്നത്. ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് റോമയിലെ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സന്തോഷത്തോടെ ചെല്ലണം, അനുഗ്രഹപൂർത്തിയോടുകൂടി അവിടെ ചെല്ലണം, അവരോടുകൂടെ മനം തണുക്കണം. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എത്രയോ വളരെ പ്രശ്നസങ്കീർണമായ ജീവിതം സുവിശേഷത്തെ പ്രതി നയിക്കുന്ന ഒരാളാണ്. നമുക്കതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലൊക്കെ വളരെ വിശദമായ ഒരു ലിസ്റ്റ് തന്നെ നാം കാണുന്നുണ്ട്. വളരെയേറെ കഷ്ടങ്ങളിലൂടെയാണ് സുവിശേഷത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിന് ഒരു തണുപ്പ് ലഭിക്കുക, സഹവിശ്വാസികളെ അല്ലെങ്കിൽ ദൂരത്തുള്ള ദൈവത്തെ സ്നേഹിക്കുകയും ദൈവിക വഴിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുകയും
അവരോടുകൂടി സമയം ചെലവഴിക്കുകയും അവരാൽ ആശ്വസിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് മനം തണുക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ മനം തണുക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക, ഈ പ്രയോഗം നമുക്ക് ബൈബിളിൽ വേറെയും വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. നമ്മൾ എനിക്ക് തോന്നുന്നു തെസ്സലോനിക്ക ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ അതിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഈ മനം തണുപ്പിക്കുക എന്ന് പറയുന്നത് ദൈവ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ഫലമാണ് മനം തണുക്കുക എന്ന് പറയുന്നത്. നാം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് തണുപ്പാണോ വരുന്നത്, അതെയോ നമ്മുടെ മനസ്സിൽ ഒരു നിരുത്സാഹമാണോ വരുന്നത്? നാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതും അവരിൽ നിന്ന് നാം സ്വീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ദൈവവചനപ്രകാരവും ദൈവിക ആലോചന പ്രകാരവും ഉള്ളതാണെങ്കിൽ മാത്രമേ അത് നമ്മളുടെ മനസ്സിനൊരു തണുപ്പായിട്ട് തിരികെയുള്ളൂ. അതല്ല എങ്കിൽ നമുക്കറിയാം, ചില ആളുകളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉള്ള മൂഡ് പോയി, ഒരു ഭയങ്കര നിരുത്സാഹം. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി സംസാരിക്കുന്നതായിട്ടുള്ള ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് ചില നെഗറ്റീവ് മൈൻഡുള്ളതായിട്ടുള്ള ആളുകൾ അവർ സകലത്തെയും വിമർശിക്കുകയും സകലരെയും വിമർശിക്കുകയും എല്ലാവരിലും കുറ്റം കാണുകയും അങ്ങനെ അവർ ഓരോരുത്തരെ കുറിച്ചും ആ കാര്യങ്ങൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ മുമ്പിൽ എല്ലാവരും കുഴപ്പക്കാരും കുറ്റക്കാരുമാണ്. അങ്ങനെ കുറ്റം പറയുന്നതായിട്ടുള്ള ആളുകൾ പൊതുവെ ശ്രദ്ധിച്ചാൽ അവരാണ് അവരിൽ ഏറ്റവും പ്രശ്നക്കാരെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരെയും അംഗീകരിക്കാൻ കഴിയാത്ത, ആരുമായിട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത, എല്ലാവരിലും കുറ്റം കാണുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മനം തണുക്കുകയല്ല ചെയ്യുന്നത്, ആത്മീയ ഉത്സാഹമല്ല വരുന്നത്, ആത്മീയമായിട്ടുള്ള നിരുത്സാഹവും മനസ്സ് ചൂടുപിടിക്കുകയും അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അതല്ല ദൈവമക്കൾ കാണുമ്പോൾ. നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ എന്നാണ് നമ്മളോടുള്ള ദൈവ വചനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രബോധിപ്പിക്കുക, നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കുമ്പോൾ പ്രബോധനം ലഭിച്ച് നമുക്ക് മുമ്പോട്ട് ആത്മീയമായിട്ടുള്ള നന്മയാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് അന്യോന്യം സംസാരിച്ച് കഴിയുമ്പോൾ ആത്മീയമായിട്ടുള്ള ക്ഷീണമാണ് നമുക്ക് വരുന്നതെങ്കിൽ ദൈവവചനത്തിൽ എന്താണോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉളവാകുവാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംഭവിക്കുന്നത്. അത് ദൈവസഭയുടെ പണിക്കല്ല, അത് ദൈവസഭയെ പൊളിക്കുന്ന പാതാള ഗോപുരത്തിൻ്റെ പണിയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ നമ്മുടെയും മനം തണുക്കണം, അവരുടെയും മനം തണുക്കണം. നമ്മളെല്ലാവരും ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അത് വളരെ പ്രശ്ന സങ്കീർണമാണ്. ഓരോരുത്തർക്കും വിവിധ നിലകളിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരിക എന്നുള്ളതായിരിക്കണം. മറിച്ച് പ്രശ്നത്തിൻ്റെ മേൽ ഒരു പ്രശ്നം കൂടി ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഉള്ള പ്രശ്നത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല ദൈവമക്കൾ തമ്മിലുള്ള ഇടപാടുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വരേണ്ടത് എന്ന് നാം ഓർക്കണം. അപ്പോൾ ഈ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണം. എന്താ, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കുകയില്ലേ? പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലേ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയെങ്കിലും പ്രാർത്ഥന ദൈവം ഒരാൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ അന്യോന്യം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. ആരുടെയെങ്കിലും പ്രശ്നത്തിന് ഏതെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ, ഒരു സഭയിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആര് പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും. ഇനി സുജോ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല, വേറൊരാൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാം എല്ലാവരും ഒന്നാണ് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഐക്യമുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്കും ഒരു നന്മയാണ്. നമുക്കും ദൈവത്തോട് അടുക്കുവാനും അല്ലെങ്കിൽ ദൈവ മക്കളെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഭാരവും നമ്മളുടെ ആകാംക്ഷയും നമ്മളുടെ സ്നേഹവും ഒക്കെ ഉറപ്പിക്കപ്പെടുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് കാണിക്കുന്നത് അവരോടുള്ള ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ദൈവമക്കളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. അപ്പോൾ ഈ പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും, നമുക്കറിയാം സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നവൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്.
ആ സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന പ്രാർത്ഥനയായിരിക്കണം എന്നാണ്. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശരി സഹോദരന്മാരെ, നമുക്ക് ധാരാളം ആത്മീയമായിട്ടുള്ള സത്യങ്ങളും കാഴ്ചപ്പാടുകളും ലഭിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളാണ് ബൈബിളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.